ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രഞ്ജൂസ് വെള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രഞ്ജൂസ് വേൾഡ്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അക്വേറിയം എങ്ങനെ ക്ലീൻ ചെയ്ത് മീനെയെല്ലാം സെറ്റ് ചെയ്യാമെന്നാണ്. നമ്മളിവിടെ ഓൾറെഡി മീനുകളെല്ലാം പിടിച്ച് മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാങ്ങിങ് ഫിൽറ്ററാണ്. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായി നമുക്കതെടുത്ത് മാറ്റാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, അക്വേറിയത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബോട്ട് മുഴുവൻ പായൽ പിടിച്ച് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെക്കറേഷനായിട്ട് വെച്ചിരിക്കുന്നത് ചിരട്ടയാണ്. ഇപ്പോൾ അത് നമ്മൾ വൃത്തിയാക്കാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, അക്വേറിയത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ചെളിയും ഗ്ലാസ്സിൽ പായലും പിടിച്ച് കിടക്കുന്നത്. ഇതിലെ വെള്ളം നമുക്ക് മാറ്റാം. ഈ വെള്ളം വെറുതെ പാഴാക്കി കളയാതെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെടികൾ നന്നായി വളരാൻ സഹായിക്കും. നമ്മളിപ്പോൾ വെള്ളം മുഴുവൻ മാറ്റിയിട്ടുണ്ട്. ഇനി പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഈ ഗ്ലാസ് നല്ലതുവണ്ണം വൃത്തിയാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അക്വേറിയത്തിൽ ഇട്ടിരിക്കുന്ന മണ്ണ് ടാപ്പിലെ വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ അക്വേറിയം അടിപൊളിയായി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് കഴുകിയെടുത്ത് മണ്ണിട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നിറയെ കിണറ്റിലെയോ ടാപ്പിലെയോ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക നല്ലതായിരിക്കും. കാരണം കിണറ്റിലെയോ ടാപ്പിലെയോ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ബാക്ടീരിയയോ ഫംഗസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ pH സ്റ്റേബിളാക്കാനും ഈ ഉപ്പ് ഇടുന്നതിലൂടെ സഹായിക്കുന്നതാണ്. ലൈവ് പ്ലാന്റ്സ് ആണ് നമ്മളിതിൽ വളർത്തിയിട്ടുള്ളത്. ഇത് വെക്കുന്നതിലൂടെ 2 ദിവസം കറണ്ട് പോയാലും മീനുകൾക്ക് ഫിൽറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ശ്വസിക്കാൻ ഇതുവഴി സഹായിക്കും. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഭംഗിക്ക് വേണ്ടി ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ നമുക്ക് കടയിൽ നിന്നും ലഭ്യമാണ്. ഇനിയും നമ്മുടെ മീനുകളെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ജോലി ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.